വീഡിയോ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൗണ്ടേഴ്സ് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. എ കൗണ്ടർ ഈസ് എ സീക്വൻഷ്യൽ സർക്യൂട്ട് ദാറ്റ് കൗണ്ട്സ് ദി നമ്പർ ഓഫ് ക്ലോക്ക് പൾസസ് അപ്ലൈ ടു ഇറ്റ്. കൗണ്ടർ എന്ന് പറയുന്നത് ഒരു സീക്വൻഷ്യൽ സർക്യൂട്ടാണ്. നമ്പർ ഓഫ് ക്ലോക്ക് പൾസസ് കൗണ്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കൗണ്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. സോ ഇതിനെ കൗണ്ട് അപ്പ് ചെയ്യാം, ഡൗൺ ചെയ്യാം. ഒരു സ്പെസിഫിക് സീക്വൻസിലാണ് ഇവിടെ കൗണ്ടിങ് നടക്കുന്നത്. സോ നോർമലി നമ്മൾ കൗണ്ടേഴ്സ് ബിൽഡ് ചെയ്യുന്നത് ഫ്ലിപ്പ് ഫ്ലോപ്സ് യൂസ് ചെയ്തിട്ടാണ്. യൂഷ്വലി JK or T ഫ്ലിപ്പ് ഫ്ലോപ്സ്. Number of counting state possible using n flip-flops is given by the formula number of states equal to 2 raised to n. n flip-flops ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് വരാവുന്ന നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് 2 raised to n സ്റ്റേറ്റ് ആണ്. അതായത് 4 ഫ്ലിപ്പ്-ഫ്ലോപ്പ് ആണെങ്കിൽ 2 raised to 4 16 സ്റ്റേറ്റ്സ് ആണ് നമുക്കിവിടെ കൗണ്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ടൈപ്സ് ഓഫ് കൗണ്ടേഴ്സിനെ പരിചയപ്പെടാം. ബേസ്ഡ് ഓൺ ദ ക്ലോക്ക് പൾസസ് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, അസിൻക്രണസ് കൗണ്ടർ ആൻഡ് സിൻക്രണസ് കൗണ്ടർ. സോ അസിൻക്രണസ് കൗണ്ടറിൻ്റെ മറ്റൊരു പേരാണ് റിപ്പിൾ കൗണ്ടർ. സോ ഹിയർ ഫ്ലിപ്പ് ഫ്ലോപ്സ് ആർ ട്രിഗേർഡ് വൺ ആഫ്റ്റർ അനദർ. ഓൺലി ദ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈസ് ക്ലോക്ക്ഡ് ഡയറക്ട്ലി ആഫ്റ്റർ അനദർ. അതായത് ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്ലോക്ക് പൾസാണ് അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. ഈ രീതിയിലാണ് അസിൻക്രണസ് കൗണ്ടേഴ്സ് വർക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് മാത്രമാണ് ക്ലോക്ക് സിഗ്നൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതിന് പ്രൊപ്പഗേഷൻ ഡിലേ കൂടുതലാണ്. ഒരു സിമ്പിൾ ഡിസൈനാണ് അസിൻക്രണസ് കൗണ്ടേഴ്സിൽ യൂസ് ചെയ്യുന്നത്. കോമൺലി നമ്മൾ ഫ്രീക്വൻസി ഡിവൈഡേഴ്സ് ആയിട്ടാണ് അസിൻക്രണസ് കൗണ്ടേഴ്സ് ഓർ റിപ്പിൾ കൗണ്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. അടുത്തതാണ് സിൻക്രണസ് കൗണ്ടേഴ്സ്. സോ ഹിയർ ഓൾ ഫ്ലിപ്പ് ഫ്ലോപ്സ് ആർ ട്രിഗേർഡ് സൈമിൾട്ടേനിയസ്ലി ബൈ ദ സെയിം ക്ലോക്ക്. സെയിം ക്ലോക്ക് പൾസ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്സും നമ്മൾ ട്രിഗർ ചെയ്യുന്നത്. ഹിയർ ഫാസ്റ്റർ ആൻഡ് മോർ പ്രിസൈസ് ആണ് കമ്പയർഡ് ടു അസിൻക്രണസ്. ഇവിടെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് കുറച്ചുകൂടി കോംപ്ലക്സ് ആണ്. ഹൈ സ്പീഡ് കൗണ്ടിങ്ങിന് വേണ്ടിയിട്ടാണ് സിൻക്രണസ് കൗണ്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. അടുത്തൊരു കൗണ്ടറാണ് അപ്പ് കൗണ്ടർ. സോ കൗണ്ട്സ് ഇൻ അസെൻഡിങ് ഓർഡർ 0, 1, 2 എന്ന് പറയുന്ന കൗണ്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് അപ്പ് കൗണ്ടർ യൂസ് ചെയ്യുന്നത്. ഡൗൺ കൗണ്ടർ എന്തായിരിക്കും? ഡിസെൻഡിങ് ഓർഡറിൽ കൗണ്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ അപ്പ് കൗണ്ട് കൺട്രോൾഡ് ബൈ ഡയറക്ഷൻ ഇൻപുട്ട്. അതായത് ഒരു ഡയറക്ഷൻ ഇൻപുട്ട് ഉണ്ടാവും. നമ്മൾ നേരത്തെ ഡയറക്ഷൻ ഇൻപുട്ട് ബൈ ഡയറക്ഷണൽ പഠിച്ചപ്പോൾ അതേപോലെ തന്നെ ഏതാണോ കൗണ്ട് ചെയ്യേണ്ട ഡയറക്ഷൻ വരുന്നത്, ഇപ്പോൾ അപ്പ് ആണെങ്കിൽ അപ്പ് കൗണ്ടിങ് ആയിരിക്കും നടക്കുന്നത്, ഡൗൺ ആണെങ്കിൽ ഡൗൺ കൗണ്ടിങ് ആയിരിക്കും. അടുത്തതാണ് ഡീക്കേഡ് കൗണ്ടർ ഓർ മോഡ് 10 കൗണ്ടർ. സോ മോഡ് 10 മീൻസ് ഇവിടെ 10 സ്റ്റേറ്റ് ആണ് കൗണ്ട് ചെയ്യുന്നത്. ഹിയർ 0 to 9 സ്റ്റേറ്റ് കൗണ്ട് ചെയ്യും, അതിനുശേഷം റീസെറ്റ് ചെയ്യും. അടുത്തതായിട്ടാണ് റിംഗ് കൗണ്ടർ ആൻഡ് ജോൺസൺ കൗണ്ടർ. റിംഗ് കൗണ്ടർ മീൻസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു, ഷിഫ്റ്റ് രജിസ്റ്റർ വിത്ത് ഫീഡ്ബാക്ക് ദാറ്റ് സൈക്കിൾസ് ത്രൂ എ സിംഗിൾ ആക്റ്റീവ് ബിറ്റ്. ഇപ്പോൾ 1 ആണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ ആ 1 ആയിരിക്കും റിംഗ് കൗണ്ടറിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് പോകുന്നത്. സോ ലാസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് ആയിരിക്കും ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൽ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. ജോൺസൺ കൗണ്ടറാണ് ട്വിസ്റ്റർ റിംഗ് കൗണ്ടർ എന്നറിയപ്പെടുന്നത്. റിംഗ് കൗണ്ടറിനെ കുറിച്ച് ജോൺസൺ കൗണ്ടറിനെ കുറിച്ചും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഷിഫ്റ്റ് രജിസ്റ്റർ കൗണ്ടേഴ്സിൽ നമ്മൾ ഇന്ന് പഠിക്കുന്നതാണ് റിംഗ് കൗണ്ടർ. The ring counter consists of a shift register with feedback from last flip-flop output back to the first flip-flop. അതായത് ലാസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് ആണ് വീണ്ടും ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് നമ്മൾ ഫീഡ്ബാക്ക് ചെയ്യുന്നത്. സോ ഓൺലി 1 flip-flop is set to 1 at a time and this 1 circulates through the register. അതായത് ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൽ 1 സെറ്റ് ചെയ്യുന്നു. ഈ 1 ആണ് എന്ത് ചെയ്യുന്നത്, രജിസ്റ്ററിലൂടെ സർക്കുലേറ്റ് ചെയ്യുന്നത്. ഫോർ n bit ring counter the count sequence length is n. അതായത് ഒരു n bit ring കൗണ്ടർ ആണെങ്കിൽ അതിന് n നമ്പർ ഓഫ് കൗണ്ട് സീക്വൻസ് ആണ് കൗണ്ട് ചെയ്യാൻ പറ്റുന്നത്. യൂസ് ഫോർ ടൈമിംഗ് ആൻഡ് സീക്വൻസിങ് ആപ്ലിക്കേഷൻ ആൻഡ് സിംപ്ലർ ആൻഡ് സെൽഫ് ഡീകോഡിംഗ്. നോ നീഡ് ഫോർ അഡീഷണൽ ഡീകോഡ് ലോജിക്. ഇവിടെ ഒരു അഡീഷണൽ ഡീകോഡ് ലോജിക്കിൻ്റെ ആവശ്യമില്ല. ഇനി റിംഗ് കൗണ്ടറിൻ്റെ ബ്ലോക്ക് ഡയഗ്രമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ 4 ഫ്ലിപ്പ് ഫ്ലോപ്പാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. D0, D1, D2, D3. മാത്രമല്ല ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് തൊട്ടടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് ഇൻപുട്ടായിട്ട് കൊടുത്തു. Q0 എന്ന് പറയുന്നത് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടാണ്. അത് Q1ലേക്ക്, അതായത് D1 F1ലേക്ക് കൊടുത്തു. Q1 എന്ന് പറയുന്നത് F2ലേക്ക് കൊടുത്തു. Q2 എന്ന് പറയുന്നത് തൊട്ടടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് ഇൻപുട്ടായിട്ട് കൊടുത്തു. ഇവിടെ ക്ലോക്ക് സിഗ്നൽ നിങ്ങൾക്ക് കാണാം. ക്ലോക്ക് സിഗ്നൽ എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്കും സൈമിൾട്ടേനിയസ് ആയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ക്ലിയർ എന്തിനാണ് കൊടുക്കുന്നത്, വാല്യൂ 0 ആയിട്ട് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി, റീസെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ക്ലിയർ സിഗ്നൽ അപ്ലൈ ചെയ്യുന്നത്. സോ ക്ലിയർ സിഗ്നൽ F1, F2, F3യിലേക്കാണ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഇവിടെ PR എന്ന് പറയുന്നത് കാണാം. ഇതാണ് പ്രീസെറ്റ് എന്ന് പറയുന്നത്. അതായത് വാല്യൂ 1 ആയിട്ട് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പ്രീസെറ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഈ ഒരു കേസിൽ പ്രീസെറ്റ് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിലാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വാല്യൂ എന്തായിരിക്കും വരുന്നത്, 1, 0, 0, 0. ഇൻ കേസ് പ്രീസെറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിലാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, 0, 1, 0, 1, 0, 0.
ഇനി ശ്രദ്ധിക്കേണ്ടത് ഇത് റിംഗ് കൗണ്ടറാണ് അല്ലേ. അതായത് ഏറ്റവും അവസാനത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ടായിട്ടാണ് കൊടുക്കുന്നത്. അതായത് Q3യിൽ നിന്ന് ഒരു കണക്ഷൻ D0യിലേക്ക് വരുന്നുണ്ട്. ഇതാണ് ഈ ബ്ലോക്ക് ഡയഗ്രാം, റിംഗ് കൗണ്ടറിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറയുന്നത് ഇതാണ്. ഇനി അതിൻ്റെ ട്രൂത്ത് ടേബിൾ എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഫസ്റ്റ് 0th ക്ലോക്ക് പൾസിൽ നമുക്കറിയാം പ്രീസെറ്റ് ആണ് 1 ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് Q0ൻ്റെ വാല്യൂ. സോ 1 0 0 0. തൊട്ടടുത്ത ക്ലോക്ക് പൾസ് ആകുമ്പോഴേക്കും ഈ 1 എന്ന് പറയുന്നത് Q1ലേക്ക് ഷിഫ്റ്റ് ആവും, 0 Q2ലേക്ക് ഷിഫ്റ്റ് ആവും, Q2യിലുള്ളത് Q3യിലേക്ക് ഷിഫ്റ്റ് ആവും. നമുക്കറിയാം Q3യുടെ വാല്യൂ എന്ത് ചെയ്യും, Q3യുടെ വാല്യൂ ഇൻപുട്ടായിട്ട് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് വരും. അതായത് തൊട്ടടുത്ത ക്ലോക്ക് പൾസിൽ 0 ഇവിടേക്ക് വരും, 1 0. ഈ 0 എന്ന് പറയുന്നത് അതായത് Q3യിലുള്ള ഈ 0 എന്ന് പറയുന്നത് ഫസ്റ്റ് പൊസിഷനിലേക്ക് വരുന്നു. സോ ഈ രീതിയിലാണ് ഇവിടെ ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്യുമ്പോൾ നടക്കുന്നത്. ലാസ്റ്റ് 4th ഫ്ലിപ്പ് ഫ്ലോപ്പ് ആകുമ്പോഴേക്കും നമുക്ക് 1 0 0 0 എന്ന വാല്യൂ ആയിരിക്കും അവിടെ സെറ്റ് ആവുന്നത്. അതായത് നമ്മൾ ഇനിഷ്യലി കൊടുത്ത കണ്ടീഷൻ എന്താണോ അത് 4th ക്ലോക്ക് പൾസ് ആയപ്പോഴേക്കും നമുക്ക് തിരിച്ചു കിട്ടി. ഇതാണ് റിംഗ് കൗണ്ടറിൻ്റെ സർക്യൂട്ട് ആൻഡ് ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത്. ജോൺസൺ കൗണ്ടറിൻ്റെ മറ്റൊരു പേരാണ് ട്വിസ്റ്റഡ് റിംഗ് കൗണ്ടർ. This is similar to ring counter, but the output of last flip-flop is inverted before feeding back. അതായത് കൗണ്ടറിലെ റിംഗ് കൗണ്ടറുമായിട്ട് തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ ഔട്ട്പുട്ട് ഓഫ് ദി ലാസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈസ് ഇൻവേർട്ടഡ്. അതായത് ഇവിടെ ലാസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് ഇൻവേർട്ട് ചെയ്തതിന് ശേഷമാണ് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് കൊടുക്കുന്നത്. അതായത് നിങ്ങൾക്കിവിടെ നോക്കാം, ഇവിടെ ലാസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് Q4 ബാർ അതാണ് എന്ത് ചെയ്യുന്നത് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. അതേസമയം റിംഗ് കൗണ്ടറിൽ എങ്ങനെയായിരുന്നു, ഈ Q4 ആണ് എന്ത് ചെയ്യുന്നത് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൽ കൊടുക്കുന്നത്. അതേസമയം ജോൺസൺ കൗണ്ടർ വരുമ്പോഴേക്കും അതിൻ്റെ ട്വിസ്റ്റ് ചെയ്തിട്ടൊരു ഫോം, അതായത് കോംപ്ലിമെൻറ്റ് ഇൻവേർട്ട് ചെയ്തിട്ടുള്ള ഔട്ട്പുട്ടാണ് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് കൊടുക്കുന്നത്. 4 ഫ്ലിപ്പ് ഫ്ലോപ്പാണ് യൂസ് ചെയ്യുന്നത്. നെഗറ്റീവ് ക്ലോക്ക് പൾസ് ആണ് കൊടുക്കുന്നത്. സോ അതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു സിഗ്നേച്ചർ ക്ലോക്ക് പൾസിന് ഈ ഒരു സിമ്പിൾ യൂസ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല നേരത്തെ പറഞ്ഞതുപോലെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എല്ലാം സെയിം ആണ്. Q1ലെ വാല്യൂ Q2യിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, Q2യിലുള്ളത് ഔട്ട്പുട്ട് D3യിലേക്ക് കൊടുക്കുന്നു, Q3 എന്ന് പറയുന്ന ഔട്ട്പുട്ട് D4യിലേക്ക് കൊടുക്കുന്നു. ഈ രീതിയിൽ തന്നെയാണ് പോകുന്നത്. ഡിഫറൻസ് എന്ന് പറയുന്നത് അവസാനത്തെ നെഗറ്റീവ് ഇൻവേർട്ട് ചെയ്തിരിക്കുന്ന ഔട്ട്പുട്ടാണ് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ മെയിൻ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ഡിജിറ്റൽ ക്ലോക്ക്, ഫ്രീക്വൻസി ഡിവിഷൻ, അതുപോലെ തന്നെ പാറ്റേൺ ജനറേഷനാണ് ജോൺസൺ കൗണ്ടറിൻ്റെ ആപ്ലിക്കേഷൻസ്. ഇനി ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ ഇനിഷ്യലി ഫസ്റ്റ് ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് Q1 Q2 Q3 Q4 എല്ലാം 0 ആയിരിക്കും. തൊട്ടടുത്ത ക്ലോക്ക് പൾസിൽ എന്താ സംഭവിക്കുന്നത്, 1 ഫസ്റ്റ് ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം Q1ലുള്ള വാല്യൂ Q2യിലേക്ക് ഷിഫ്റ്റ് ആവും, അതുപോലെ തന്നെ Q2യിലുള്ള വാല്യൂ Q3യിലേക്ക് ഷിഫ്റ്റ് ആവും, Q3യിലുള്ളത് Q4യിലേക്ക് ഷിഫ്റ്റ് ആവും. Q4ലുള്ള വാല്യൂ ഓൾറെഡി 0 ആണ്. അതിൻ്റെ കോംപ്ലിമെൻ്റ് ആണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൽ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. സോ 0യുടെ കോംപ്ലിമെൻറ്റ് 1 ആണ് ഇവിടെ വരുന്നത്. സോ ഫസ്റ്റ് ക്ലോക്ക് പൾസിൽ 1 0 0 0 ഇതേ രീതിയിലാണ് നമുക്ക് ലഭിക്കുന്നത്. ഇനി തൊട്ടടുത്ത ക്ലോക്ക് പൾസ് കൊടുക്കുമ്പോൾ വീണ്ടും ഈ 1 എന്ന് പറയുന്നത് ആരോ മാർക്ക് ഞാൻ ഇവിടെ കൊടുത്തിട്ടില്ല. 1 എന്ന് പറയുന്നത് Q2യിലേക്ക് ഷിഫ്റ്റ് ആവും, 0 ഇവിടേക്ക് വരുന്നു, 0 ഇവിടേക്ക് വരുന്നു, വീണ്ടും Q4ലുള്ള 0യുടെ കോംപ്ലിമെൻ്റ് ആണ് ഇവിടെ റീപ്ലേസ് ചെയ്യുന്നത്. സോ 1 1 0 0 എന്നാവും. അടുത്ത ക്ലോക്ക് പൾസ് കൊടുക്കുമ്പോൾ ഈ 1 1 എന്ന് പറയുന്നത് ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്തു, ഈ 0 ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്തു, 0യുടെ കോംപ്ലിമെൻറ്റ് അടുത്തതിലേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് 1 1 1 0 എന്ന് പറയുന്ന വാല്യൂ ആണ് ലഭിക്കുന്നത്. ഇനി നാലാമത്തെ ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം ഈ 0യുടെ കോംപ്ലിമെൻ്റ് ആണ് Q4ലുള്ള 0യുടെ കോംപ്ലിമെൻറ്റ് ഇവിടെ വന്നു. സോ 1 1 1 1. അതായത് നാലാമത്തെ ക്ലോക്ക് പൾസ് ആയപ്പോഴേക്കും നമ്മൾ ആദ്യം നമുക്കുണ്ടായിരുന്ന സ്റ്റേറ്റ് എന്തായിരുന്നു, 0 0 0 0. അതിൻ്റെ വാല്യൂസ് എല്ലാം കോംപ്ലിമെൻറ്റ് ചെയ്ത് നമുക്ക് ലഭിച്ചു. ഇനി വീണ്ടും അടുത്ത ക്ലോക്ക് പൾസ്, ഒരു 5th ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ 1 ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, 1 ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, 1 ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, ഈ 1ൻ്റെ കോംപ്ലിമെൻ്റായ 0 ഇവിടെ വെച്ച് റീപ്ലേസ് ചെയ്യുന്നു. സോ 0 1 1 1. അഗെയിൻ അടുത്ത ക്ലോക്ക് പൾസ് വരുമ്പോഴേക്കും 0 വീണ്ടും ഷിഫ്റ്റ് ചെയ്യുന്നു, 1 ഇവിടെ ഷിഫ്റ്റ് ചെയ്യുന്നു, 1 ഇവിടെ ഷിഫ്റ്റ് ചെയ്യുന്നു, 1ൻ്റെ കോംപ്ലിമെൻറ്റ് വെച്ച് റീപ്ലേസ് ചെയ്യുമ്പോൾ 0 0 1 1 ആവും. തൊട്ടടുത്ത ക്ലോക്ക് പൾസിൽ വീണ്ടും എന്ത് ചെയ്യുന്നു, ഈ 0s ഷിഫ്റ്റ് ചെയ്യുന്നു. സോ 0 0 1 1 എന്ന് പറയുന്നത് 0 0 1 ആവുന്നു. അഗെയിൻ 1ൻ്റെ കോംപ്ലിമെൻ്റായ 0 വെച്ച് ഇവിടെ റീപ്ലേസ് ചെയ്യുന്നു, 1ൻ്റെ കോംപ്ലിമെൻ്റായ 0 വെച്ച് റീപ്ലേസ് ചെയ്യുന്നു, 0 0 0 1. ഇനി വീണ്ടും ഒരു ക്ലോക്ക് പൾസ് കൂടി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ, അതായത് 7 കഴിഞ്ഞ് 8ാമത്തെ ക്ലോക്ക് പൾസ് ആകുമ്പോഴേക്കും
നമ്മുടെ ഇനിഷ്യൽ സ്റ്റേറ്റിലേക്ക് നമ്മൾ തിരിച്ചെത്തുന്നു 0 0 0 0. ഇതാണ് ജോൺസൺ കൗണ്ടറിൻ്റെ ട്രൂത്ത് ടേബിൾ, അതുപോലെ തന്നെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. താങ്ക് യു.